നമുക്ക് വീടുകളിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന 3 ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ 3 ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് നമുക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയർ, വൻപയർ, അതുപോലെ കടല. ഇത് 3ഉം നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് 3ഉം വെച്ചിട്ടാണ് ഞാനിവിടെ ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചെറിയ ഇലയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കടലയിൽ നമ്മുടെ നോർമലി വാങ്ങിക്കുന്ന ബ്രൗൺ ചിക്ക് പീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കടല അതുകൊണ്ട് വളർത്തിയെടുത്ത മൈക്രോഗ്രീൻസ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ലീഫ് എന്നെല്ലാം പറയുന്നത് ബാക്കിയുള്ള മൈക്രോഗ്രീൻസിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചെറിയ ചെറിയ ഇലകളൊക്കെ ആയിട്ടാണ് ഈ കടലയുടെ ആ ഒരു മൈക്രോഗ്രീൻസ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ബോക്സിൽ നിന്ന് അതിപ്പോൾ എടുത്ത് കാണിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ റൂട്ടെല്ലാം ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം വേറെ ഒരു സഹായവും ഇല്ലാതെ, അതായത് മറ്റ് മണ്ണുകളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടാണ് ഇത് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപയറും വൻപയറും നമ്മളിവിടെ ഒന്ന് മൈക്രോഗ്രീൻസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാണിക്കുന്നതിന് മുന്നായിട്ട് നമ്മളിവിടെ റെഡിയാക്കിയെടുത്ത ചെറുപയറും വൻപയറും കൊണ്ടുള്ള മൈക്രോഗ്രീൻസും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ആ ഒരു എങ്ങനെയാണത് കാണാനിരിക്കുന്നത്, അതിൻ്റെ ലുക്ക് ആൻഡ് ടെക്സ്ചറൊക്കെ. സോ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ചെറുപയർ കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത മൈക്രോഗ്രീൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ 1 മുതൽ 3 ഇഞ്ചോളം ഒക്കെ നീളം വരുന്ന യങ് ഗ്രീൻ വെജിറ്റബിൾസ് ആണ് ഈ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുപയറിൻ്റെ ആ ഒരു ലീഫ് ടെക്സ്ചറൊക്കെ കണ്ടാൽ നമുക്കറിയാം അത് കുറച്ച് ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കടലയുടെ ആ ഒരു മൈക്രോഗ്രീൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഈ മൈക്രോഗ്രീൻസിലെ ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പൊട്ടാസ്യം, സിങ്ക്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം വളരെ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ മൈക്രോഗ്രീൻസ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് വൻപയർ കൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത മൈക്രോഗ്രീൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ട രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ലീഫാണ് ഈ വൻപയർ എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോഗ്രീൻസ് വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ്സിൽ, സൂപ്പിൽ, അല്ലെങ്കിൽ റാപ്സ്, സാൻഡ്വിച്ച്, അങ്ങനെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ് ഡിഷസിലും നമുക്കിത് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മൈക്രോഗ്രീൻസ് വളർത്താൻ വേണ്ടി അത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഡിസ്പോസിബിൾ പാത്രമൊക്കെ എല്ലാവരുടെ വീടുകളിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇതുപോലത്തെ പാത്രങ്ങൾ. അത് നമ്മൾ കളയാതെ വെച്ചാൽ അതിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കിച്ചൺ ടവലാണ്. കിച്ചൺ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ളത് വേണം. കട്ടിയുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടിഷ്യൂ പേപ്പർ ഒരുമിച്ച് ഒന്ന് വെച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു വലിയ ടിഷ്യൂ പേപ്പർ ഞാൻ നടുവേ ഒന്ന് മടക്കി അതിന് ശേഷം ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ, അതായത് അതിൻ്റെ ബേസ് ഇതുപോലെ ഇരിക്കണം. ആ സൈഡിലോട്ടെല്ലാം കുറച്ചൊന്ന് പൊങ്ങി എന്നാൽ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ അകത്തോട്ട് കവറായി നിൽക്കുന്ന പോലെ അത് ഈ പാത്രത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വാട്ടർ സ്പ്രേയർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ആ ടിഷ്യൂ പേപ്പർ നനഞ്ഞിരിക്കണം, അത് കംപ്ലീറ്റ് ആയിട്ട് സോക്കായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതൊന്നുകൂടെ നന്നായിട്ട് എല്ലാ കോർണറും ആ ടിഷ്യൂ പേപ്പർ നന്നായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് സോക്കായിട്ടുണ്ടെന്നുള്ളതൊന്ന് മേക്ക് ഷുവർ ചെയ്യുക.
ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് മുളപ്പിച്ചെടുത്ത ചെറുപയറാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ട് നമുക്ക് എങ്ങനെ മൈക്രോഗ്രീൻസ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള വൻപയറിനും അതുപോലെ കടലയ്ക്കും അല്ലെങ്കിൽ ഗ്രീൻ പീസിനും എന്തിനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചെറുപയർ തലേ ദിവസം രാത്രി, അതായത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കനം കുറഞ്ഞ ഒരു കോട്ടൺ ടവലിൽ അതൊന്ന് കുറച്ച് നേരം കൂടി നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ അതിൽ നിന്ന് സ്പ്രൗട്ട്സ് ജനറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള സീഡ്സ് വെച്ചിട്ട് നമ്മൾ മൈക്രോഗ്രീൻസ് തയ്യാറാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ ഈ മൈക്രോഗ്രീൻസ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ്സ്, ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെറുപയർ, വൻപയർ, കടലയൊക്കെയാണ്. അത് നമ്മൾ വീട്ടിൽ നോർമലി നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ ക്യാബേജ്, ബ്രൊക്കോളി, റാഡിഷ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സ് മാത്രം മാർക്കറ്റിൽ നിന്ന് നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഈ ചെറുപയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളുടെ മൈക്രോഗ്രീൻസ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അതിൻ്റെ ആ ഒരു ബേസ്, അതായത് ഒരു ഡിസ്പോസിബിൾ പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ളൊരു കിച്ചൺ ടവൽ ഇട്ട് കൊടുത്ത് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സോക്കാക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മുളപ്പിച്ചെടുത്ത ആ ഒരു ചെറുപയർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി ഇത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അധികം വെയിലടിക്കാത്ത നിങ്ങളുടെ കിച്ചണിലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോർണറിലോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ ഈ ഒരു പാത്രം കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഒത്തിരി സൺലൈറ്റ് ഡയറക്റ്റ് ഇതിലോട്ട് അടിക്കാനേ പാടില്ല. അങ്ങനെ അടിച്ചാൽ ഇതിലിപ്പം ആ ഒരു വളർന്നു വന്ന ആ ഒരു ചെറിയ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു സ്പ്രൗട്ട്സ് ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ടും ഡ്രൈ ആയിപ്പോവും. അങ്ങനെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ ഗ്രോത്ത് വരത്തില്ല, അതവിടെ ഡെഡായി പോകത്തേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം ഡയറക്റ്റ് ഇതിലോട്ട് സൺലൈറ്റ് അടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം യൂഷ്വലി ഞാൻ ഇങ്ങനെ ആണ് ചെയ്യുന്നത്. അതിനുശേഷം രാവിലെ ഒരു നേരവും വൈകുന്നേരം ഒരു നേരവും കൂടെ ആയിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അതിലെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒട്ടും പോകാതെ അതൊട്ടും ഡ്രൈ ആവാതെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു തിൻ ലെയർ ടിഷ്യൂ പേപ്പർ, അത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ രാവിലെയും വൈകുന്നേരവും വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ മോയ്സ്ചർ ഒട്ടും പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ് റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് വേരൊട്ടുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് നല്ലൊരു ഗ്രീൻ ഗ്രോത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വൻപയറും അതുപോലെ കടലയും അതുപോലെ ഗ്രീൻ പീസും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മസ്റ്റർഡ്, ഫെനുഗ്രീക്ക്, അതായത് കടുക്, ഉലുവ എല്ലാം വെച്ചും നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് വീടുകളിൽ മൈക്രോഗ്രീൻസ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒന്നും നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു പാത്രവും ടിഷ്യൂ പേപ്പറും രാവിലെയും വൈകുന്നേരം കുറച്ച് വെള്ളവും മാത്രം നമ്മൾ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻസ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിലേക്ക് നമ്മൾ മറ്റു മണ്ണോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്കിത് മണ്ണിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വീടിൻ്റെ പുറത്ത്, അതായത് കിച്ചണിൽ പുറത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള സീഡ്സോ അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് അല്ലാത്ത സീഡ്സോ ആയിട്ടുള്ളത്, സ്പ്രൗട്ടഡ് ആയിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് അത് പെട്ടെന്ന് വളരാൻ സാധിക്കും. അങ്ങനെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള സീഡ്സ് നിങ്ങൾക്ക് അതുപോലെ പുറത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. പക്ഷേ അത്രയൊന്നും നമ്മൾ ടൈമൊന്നും ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ടിഷ്യൂ ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതായത് യാതൊരുവിധ കെമിക്കലും ഒന്നും
ആഡ് ചെയ്യാതെ ഒട്ടും പൈസയോ ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ഡെയിലി നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിപ്പം ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പ്, അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച്, അതുപോലെ എന്ത് തയ്യാറാക്കുമ്പോഴും അതിൽ ഇത് ആഡ് ചെയ്ത് കഴിച്ചാൽ അത് നമുക്ക് വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.